അങ്ങനെ വ്യത്യസ്തമായ പലതരം പുഡിങ്സുമായിട്ട് നമ്മളുടെ മത്സരാർത്ഥികൾ റെഡിയായി നിൽക്കുവാണ്. വിൽ കോൾ ഓക്കെ, വിളിച്ചോളാം പുഡിങ്. ആദ്യം വിളിക്കാം? ഇനി ആരോമലിനെ വിളിക്കാം. ആരോമൽ. ഓക്കെ ആരോമൽ ഇപ്പോൾ ഒരു ചിരിക്കുന്ന മുഖമാണ് കൊണ്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ചിരിക്കുന്ന മാംഗോ പുഡിംഗ്. 5 സ്റ്റാർ മാംഗോ പുഡിംഗ്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് അല്ലേ? സിമ്പിൾ ഒരു പുഡിംഗ്. പ്രസന്റേഷൻ കൊള്ളാം. എസ്പെഷ്യലി ആ പച്ച ബ്ലാക്ക് പ്ലേറ്റും കൂടി ആയതുകൊണ്ട് കോൺട്രാസ്റ്റ് യെല്ലോ കളർ ഓക്കെ കാണാം അല്ലേ? ഇത് എനിക്ക് തോന്നുന്നു എല്ലാ പ്രേക്ഷകർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എന്നാൽ ആരോമൽ എങ്ങനെയാണ് ഈ പുഡിംഗ് തയ്യാറാക്കിയത് കണ്ടു? ഞങ്ങൾക്ക് അടുത്ത കിട്ടിയിരിക്കുന്ന റൗണ്ട് ഒരു പുഡിംഗ് റൗണ്ടാണ്. അതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മാംഗോ പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നല്ല പഴുത്ത മാങ്ങാറ് തൊലി ചെത്തിയെടുക്കാം. നല്ല പഴുത്ത മാങ്ങ കിട്ടുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഞാനിപ്പം 1 കവർ പാലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 അതിൻ്റെ മാങ്ങയുടെ കുറച്ച് ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 മാങ്ങയൊക്കെ ചേർക്കാം. ഞാൻ ആദ്യം ഒരു 1.25 ടേബിൾ സ്പൂണോളം ജെലാറ്റിൻ കുറച്ച് തണുത്ത വെള്ളം ഇട്ടിട്ടുണ്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ മാങ്ങയൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് 1 കവർ പാലെടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിനി മാങ്ങയൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതിൻ്റെ പൾപ്പ് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ 1 കവർ പാലിനൊരു 2 മാങ്ങ എടുക്കുന്നത്. ഇവിടെ പാല് തിളയ്ക്കുന്നുണ്ട്, തിളയ്ക്കാറായി വരുന്നുണ്ട്. ഇവിടെ പാല് തിളച്ചു. ഇപ്പോൾ ഈ തിളച്ച പാലിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ പാലിലോട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കും. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. അടുത്ത മാങ്ങയൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അതിൻ്റെ പൾപ്പൊക്കെ എടുക്കാം. അതിൽ മാംഗോ പൾപ്പാണ് ചേർക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് ഞാൻ കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ. എന്നിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നമുക്ക് ഇനി ബാക്കിയിരിക്കുന്നതും കൂടെ ഈ പാലൊന്ന് നന്നായിട്ട് കുറുകി വരണം. ഞാൻ കുറച്ച് ഇപ്പം ഞാൻ ചേർത്തത് 1 കവർ പാലും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ്. അതൊന്ന് കുറുകുന്ന സമയത്ത് നമുക്ക് ജെലാറ്റിൻ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ വെച്ചു. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ മാംഗോ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്, നല്ല പൾപ്പായിട്ടുണ്ട്.
നമുക്ക് ഇതിലോട്ട് ഇനി ഈ വെള്ളം ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ടൊരു ബൗൾ ഇറക്കി വെക്കാം. പാല് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ഞാൻ ജലാറ്റിൻ കുതിർക്കാൻ വെച്ചിരുന്നു, അതിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് പാലും തിളയ്ക്കുന്നുണ്ട്, കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിനി പാലിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർക്കാം. നമ്മുടെ ജലാറ്റിൻ ഫുള്ള് ഡബിൾ ബോയിൽ ആയിട്ടുണ്ട്. എന്തായി? മാംഗോ പുഡിംഗ് ആണ്. എന്താണ് മാംഗോ പുഡിംഗ്? പ്ലെയിൻ മാംഗോ. ഇതിലിപ്പോൾ എന്തൊക്കെയുണ്ട്? ഇതിൽ ഒരു കവർ പാലും ഫ്രഷ് ക്രീം ഇട്ട് കുറച്ച്, പിന്നെ മിൽക്ക് മെയ്ഡ് പഞ്ചസാര. ഇതൊരു എന്തായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്? ഇതൊരു കസ്റ്റാർഡ്. പക്ഷേ ഇത് കുറുകാനുള്ള മെറ്റീരിയലൊന്നും അതിനകത്തില്ലല്ലോ. ഇല്ല, ഇനി കുറച്ച് ജലാറ്റിൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചൂടാക്കിയിട്ട് ജലാറ്റിൻ. എന്നിട്ട് മാംഗോ പൾപ്പ്, ഇത് ഫ്രഷ് മാംഗോ അല്ലേ? ഫ്രഷ് മാംഗോ അരച്ചെടുത്തു. എന്നിട്ട് പിന്നെന്താ? വേറൊന്നുമില്ല, സേഫ് കളിയാണല്ലേ, ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പാല് നന്നായിട്ടൊന്ന് കുറുകി വരണം. ചെറിയ ഫ്ലെയിമിൽ അടിയിലൊന്നും പിടിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയൊരു ക്രീമി ടെക്സ്ചർ വരണം അതിന്. ഇപ്പോൾ ചെറുതായിട്ട് നന്നായിട്ട് ക്രീമി ആയിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ ആവണം, അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ കസ്റ്റാർഡ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ. ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മാംഗോ പൾപ്പ് ചേർക്കാം. കുറേശ്ശെ ചേർത്തോട്ടൊന്ന് ഇളക്കിയെടുക്കാം. കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നമുക്കൊരു ഹാൻഡ് ബീറ്റർ കൊണ്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഉള്ള പൾപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടണം മാംഗോയുടെ. ഞാൻ വേറെ മാംഗോയുടെ എസൻസുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആ പൾപ്പെല്ലാം ചേർക്കാം. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബൗളിലോട്ട് സ്ട്രെയിൻ ചെയ്യാം. നമുക്കിത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം.
ഫ്രഷ്നെസ് ഒക്കെ എങ്ങനെയുണ്ട്? അപ്പം ഞാൻ ഈ പൾപ്പ് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ടൊരു ബോളിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തത് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ അടുത്ത് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാൻ പോവാം നന്നായിട്ട്. ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ക്രീം ചെയ്തെടുക്കണം. അത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ ആ ഒരു ടെക്സ്ചറിൽ വരത്തുള്ളൂ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം അത് റെഡിയായിട്ട് വരുന്നുണ്ട്. നല്ല ക്രീമിഷായിട്ട് വരുന്നുണ്ട്. അത് ആയിട്ടില്ല, കുറച്ചുകൂടെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ റൗണ്ടിലും പറയുന്ന പോലെ തന്നെ എല്ലാം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന എല്ലാവരും എപ്പോഴും ഞാൻ പറയാറ്. അതുപോലെ തന്നെ ഇപ്പോഴും മാംഗോ പുഡിങ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക. ആദ്യം വിചാരിച്ചത് നമ്മുടെ മത്തങ്ങയും ബീറ്റ്റൂട്ട് ക്യാരറ്റ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ലെയറായിട്ട് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാൻ വെച്ചു. പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാംഗോയിലോട്ട് കയറിയതാണ്. വെജിറ്റബിൾസ് അല്ലേ, അപ്പോൾ എത്രത്തോളം നന്നാവുമെന്നൊന്നും അറിയത്തില്ല. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ വിപ്പിംഗ് ക്രീം കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ കസ്റ്റേർഡിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വയ്ക്കും. അപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ടായിട്ടുണ്ട്. നമുക്കിനി അത് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ കസ്റ്റാർഡിലോട്ട് ചേർക്കാം. നല്ലൊരു ഹാൻഡ് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് കൈ കൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ഇട്ടിട്ടുണ്ട്. ഹാൻഡ് ബീറ്റർ ആകുമ്പം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അത് നമുക്ക് ഈ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. അത് അപ്പോൾ എൻ്റെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മാങ്കോയുടെ ഫ്ലേവറൊക്കെ ഉണ്ടോ. ടേസ്റ്റൊക്കെ ഉണ്ട്. ഇനി സെറ്റായാൽ മതി. എനിക്കൊരു പേടിയുണ്ട്, കാരണം ജെലാറ്റിൻ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഞാനിപ്പോൾ ഒരു ബോളിൽ കുറച്ച് ബട്ടർ തേക്കാം. ഇത് ഡീമോൾഡ് ചെയ്യേണ്ട സാധനം, അപ്പം കുറച്ച് ബട്ടർ തടാം. ഞാനൊരു ബൗളും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ഫ്രിഡ്ജിലൊരു 15-30 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാങ്ങ ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. അപ്പോൾ തന്നെ മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കുറച്ച് മാംഗോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ജഡ്ജസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, ആസ് യൂഷ്വൽ സിമ്പിൾ വേ വിപ്പിംഗ് ക്രീം ഉണ്ട്. പിന്നെ മാംഗോ പ്യൂരി. മാംഗോ പ്യൂരി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ടെക്സ്ചർ എല്ലാം ഓക്കെ ആണോ?
ജലറ്റിൻ അല്ലേ? ആ ജലാറ്റിൻ. നോർമൽ ഒരു മാംഗോ പൊടി, ലേശം മധുരം കൂടുതലാണെങ്കിലേ ഉള്ളൂ. ശരി ഉണ്ട്. മീഡിയം ഒരുപാട് ചേർത്തത്. ആ എന്തായാലും അത് കുറച്ച് സ്വീറ്റ്നെസ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. പൊടിക്ക് കൊടുക്കുക. എന്നിട്ട് പ്ലെയിൻ ഓർഡിനറി കുഴപ്പമില്ല, ചെയ്തത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ.